ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KGR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടേക്കുന്ന ഒരു ഓർഡറാണ് കേട്ടോ ഇത്. ആര്യവേപ്പിൻ്റെ സോപ്പും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ സോപ്പുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറ്റാർവാഴയുടെ സോപ്പ് ഓൾറെഡി നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ആര്യവേപ്പിൻ്റെ സോപ്പ് ചെയ്യുന്നതാണ്. മുന്നേ പലതവണ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ കൂടിയും ഈ ഒരു സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല പൊട്ടിച്ച് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ ഒരു വെള്ളം പോകാനായിട്ട് ഇങ്ങനെ അരിപ്പയിൽ എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 തവണയായിട്ടാണ് ഇട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒന്ന് അരഞ്ഞതിന് ശേഷം നമ്മൾ ബാലൻസ് കുറച്ചിരിക്കുന്നുണ്ട്, അതും കൂടി ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ആ ഒരു ജെല്ലുണ്ടല്ലോ അതിട്ട് കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ DM വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ലും ചേർത്തിട്ടില്ല, DM വാട്ടറോ റോസ് വാട്ടറോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. അങ്ങനത്തെ അരച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതൊന്ന് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കൊരു അരിപ്പയോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയോ എടുക്കാവുന്നതാണ്. അതിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കേണ്ടതുണ്ട്. കൈയൊക്കെ നന്നായിട്ട് വാഷാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണ്ട ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ജ്യൂസ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൽ നമുക്ക് നോക്കാട്ടോ ഇതിൻ്റെ എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഇതൊരു 60 ml മെഷറിംഗ് കപ്പാണ്. അതിന് നമുക്ക് ഏകദേശം ഒരു 20 ml അടുത്തോളം വന്നിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് ആ വെയ്പ്പ് മെഷീനിൽ നോക്കിയാലാണ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മളിവിടെ വെയ്പ്പ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിന് വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ജ്യൂസ് ഏകദേശം ഒരു 19 ml അടുത്താണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആര്യവേപ്പിൻ്റെ 7 സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുള്ള മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഒരു 3 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മളതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഇത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്ററാണ്. അത് 1 ഗ്രാമിൻ്റെ അടുത്ത് അതും ചേർക്കുന്നുണ്ട്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്താലും മതിയാകൂട്ടെ. 7 100 ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ ഒരു സോപ്പിന് 1 ക്യാപ്സ്യൂൾ എന്ന രീതിയിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ അലോവേരയുടെ ജെല്ലാണ് ചേർക്കുന്നത്. ഒരു 7 ഗ്രാമിൻ്റെ അടുത്ത് അലോവേരയുടെ ജെല്ലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ആര്യവേപ്പ് അരച്ചെടുക്കുന്ന ടൈമിൽ ഫ്രഷ് അലോവേര ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചേർക്കുന്ന അലോവേരയുടെ ജെല്ല് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് റോസ് വാട്ടറാണ്. ഒരു 5 ml അടുത്ത് റോസ് വാട്ടറാണ് ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 1 ml കൂടുതലാണ് കുഴപ്പമില്ല. ടോട്ടൽ 35 ml ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു മെഷർമെൻറ്റ് ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഇനി നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് അത് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ മിക്സായി കഴിയുമ്പോൾ അലോവേരയുടെ ജെല്ല് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് മിക്സായി കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തായിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തേക്കണതാണ് പെട്ടെന്ന് മെൽറ്റായി കിട്ടാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളിവിടെ വെയ്പ്പ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബേസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 710 ഗ്രാമിൻ്റെ അടുത്താണ് ബേസ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 10 ഗ്രാം കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഗ്രാം എടുക്കാതെ ഇച്ചിരി ഗ്രാമൊക്കെ കൂടുതൽ എടുക്കുക, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു ബേസ്, 710 ഗ്രാം ബേസ്. നമ്മൾ ആ ബേസൊക്കെ എടുക്കുന്ന ടൈമിൽ തന്നെ ഇവിടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ബേസും കൂടെ ആ ഒരു വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ബേസ് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ നേരം കൊണ്ട് നമ്മളിവിടെ മോൾഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ ഒരു മോൾഡിലാണ് ചെയ്യാറ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോൾഡ്. 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ ഇത്. അങ്ങനത്തെ നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് നന്നായിട്ട് ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി ഇത് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ലെക്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. 1 കിലോ ബേസിലേക്ക് 20 ml വരെ ചേർക്കാവുന്നതാണ്. സ്മെല്ലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി നമ്മുടെ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സെറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പിടിപിടിയിൽ തന്നെ അത് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇത് സിലിക്കൺ മോൾഡാണ് വരുന്നത്. നമ്മളിതിലോട്ട് എണ്ണയൊന്നും തടവേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ചൂടോടുകൂടി തന്നെ ഒഴിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഏകദേശം ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള ബേസ് ആണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. 2-3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും. എങ്കിൽ കൂടിയും നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അൺമോൾഡ് ചെയ്തെടുക്കാറ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ആ ഒരു മിക്സ് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ മുകളിൽ വരുന്ന പദം അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ആര്യവേപ്പിൻ്റെ സോപ്പ് ഇവിടെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നൊക്കെ ഉള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ആ ഒരു ഒറ്റ മോൾഡിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് അൺമോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ മാതിരിയാണ് തോന്നുന്നതായിരിക്കും കേട്ടോ. പക്ഷേ അത്രയ്ക്ക് ഡാർക്കൊന്നുമല്ല, ഒരു ഡാർക്ക് ഗ്രീൻ മാതിരിയിലെ കളറാണ് വരുന്നത്. ഇപ്പോൾ പ്ലേറ്റിൽ വയ്ക്കുമ്പോഴാണെങ്കിലും കളറിലൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ചില ലീഫുകളിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആര്യവേപ്പിൻ്റെ സോപ്പ് ചെയ്യുന്നത്. പലതിലും പല കളറുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ കളറുകളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചില ഇലകൾ നല്ല മൂപ്പ് എത്തിയ ഇലകൾ, ചിലത് മൂപ്പ് ഒരുവിധം മീഡിയം എന്താ പറയുന്നത് കളറിൽ വരുന്നത്, തളിരിലകൾ അങ്ങനെയൊക്കെ വരുന്നതുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ എടുക്കുന്ന അനുസരിച്ചാണ് കളറിൽ ചേഞ്ച് വരുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ സോപ്പുകളും ഇവിടെ അൺമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 10 സോപ്പ് നമ്മുടെ ഒരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് എപ്പോഴും സോപ്പ് മേടിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ആ ഒരാളാണ് 5 അലോവേരയുടെ സോപ്പും 5 നമ്മുടെ ആര്യവേപ്പിൻ്റെ സോപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറ്റാർവാഴയുടെ സോപ്പ് ഓൾറെഡി നേരത്തെ തന്നെ ചെയ്ത് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആര്യവേപ്പിൻ്റെ ആ ഒരു സോപ്പ് ഉണ്ടല്ലോ, അതിലിനി നന്നായിട്ട് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിൻ്റെ വെയിറ്റൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു മാതിരിയാണ് കേട്ടോ നമ്മുടെ ആര്യവേപ്പിൻ്റെ സോപ്പിൻ്റെ കളർ എന്ന് പറയുന്നത്. നേരിട്ട് കാണുമ്പോഴും അതുപോലെ വീഡിയോയിലും കാണുമ്പോഴും കളറിനൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. പിന്നെ നമുക്കതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. കറക്റ്റ് 100 ഗ്രാം വന്ന സോപ്പുകളുണ്ട്, അതുപോലെ തന്നെ 105 വന്ന സോപ്പുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ആര്യവേപ്പ് സോപ്പിൻ്റെ വെയിറ്റ് എല്ലാത്തിനും നോക്കിയതിന് ശേഷം പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കറ്റാർവാഴയുടെ സോപ്പിൻ്റെയാണ്. കറ്റാർവാഴയുടെ സോപ്പും എല്ലാം 100 ഗ്രാമിൻ്റെ മുകളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ആര്യവേപ്പിൻ്റെ സോപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിങ് ഫിലിം വെച്ചാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആ ഒരു റോളിൽ 2 സോപ്പ് വെച്ചാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനു മുന്നേ നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നതിൻ്റെ വീഡിയോ മാത്രമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പലരും പല രീതിയിലായിരിക്കും കവറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യാം, അതുപോലെ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ച് കവർ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ സോപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചെറിയ കവർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് സീലിംഗ് മെഷീൻ ഉണ്ടല്ലോ പ്രസ് ചെയ്യുക, അങ്ങനെയൊക്കെ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയൊരു രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നമുക്ക് തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ ബോക്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചിലപ്പോൾ മേടിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ച് മാത്രം പൊതിഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ ഒരു സോപ്പ് നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സോപ്പും കൂടെയും പൊതിയിട്ട് കേട്ടോ എന്നിട്ട് കാണിച്ചു തരാവേ. ഒരുപാട് സോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മൾ സീലിംഗ് മെഷീൻ ഉണ്ടല്ലോ അതെടുക്കണമായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എല്ലാ സോപ്പുകളും ഇവിടെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റിക്കർ വരുന്നത്. ലോറ ഓർഗാനിക് സോപ്പ് എന്നാണ് പേര് വരുന്നത്.
അപ്പോൾ ജസ്റ്റ് ആ ഒരു വൈറ്റ് കളർ പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ 10 സോപ്പിലും സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ആര്യവേപ്പിൻ്റെ 2 സോപ്പ് വേറെ ഒരു കസ്റ്റമറിനുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുന്ന കവർ എന്ന് പറയുന്നത്. നമുക്ക് ബോക്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കവറിൽ പാക്ക് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലോഫിൻ ഷീറ്റ് ഉണ്ടല്ലോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അതിലാണെങ്കിലും നമ്മളൊരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കൊടുക്കുന്ന രീതിയിലും പാക്ക് ചെയ്യാവുന്നതാണ്. രണ്ടും നല്ല രീതിയാണ് ഈ പാക്കറ്റൊന്നും ഇല്ലാത്തവർക്ക്. പിന്നെ നമ്മൾ കൊടുക്കാനുള്ള ആ ഒരു കസ്റ്റമർക്ക് ഇതുപോലെ ബോക്സിലേക്ക് ആക്കി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 5 കറ്റാർവാഴയുടെ സോപ്പും 5 ആര്യവേപ്പിൻ്റെ സോപ്പും വരുന്നത്. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടാകും ഈ ഒരു സോപ്പിൻ്റെ ലൈഫ് എത്ര നാളുണ്ടാകും എന്നുള്ളത്. ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മാസമാണ് നമ്മൾ ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ ലൈഫ് വരുന്നത്. പിന്നെ നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലിസറിൻ വെച്ചിട്ടുള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ലിപ് സ്ക്രബ്, ജെല്ലുകൾ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.